സദാനന്ദാ, ആ, എന്തൊരു ചൂട്! ഓ, പിന്നെ പതിവ് പോലെ ഒരു ചായയും കടിയും. അറിയാലോ, മധുരം കൂടിയാലും പാല് കുറയണ്ട. മധുരം കുറഞ്ഞാലും പാല് കൂടൂലട്ടോ മാഷേ. അതേ സദാനന്ദാ, ഞാനിവിടെ വന്നിരിക്കണത് എന്തിനാന്നറിയോ? ഇതുണ്ടല്ലോ, ഇതിലെ പാട്ട് കേൾക്കാനും നാട്ടാരോട് കൂട്ടം പറയാനും. നിന്റെ അച്ഛൻ്റെ കാലം മുതലുള്ള പീടിയാ. അന്ന് മറച്ചു കെട്ടിയൊരു ഓലപ്പീടിയായിരുന്നു. നാടൊക്കെ മാറി വലിയ വലിയ ഹോട്ടലുകൾ വന്നു. നീ ഇപ്പോഴും സദാനന്ദന്റെ ചായപ്പീടിയാന്ന് പറഞ്ഞിരിക്കണു. നിങ്ങള് ചിരിച്ചോളി മാഷേ, എന്റെ അച്ഛന്റെ പ്രായമുള്ള മനുഷ്യനായി പോയി നിങ്ങള്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഞാനുണ്ടല്ലോ. എനിക്കോ? മിണ്ടാതിരിക്കട, അവന്റെ ഒരു പ്രായം. ഞാനും കൂടി വരാണ്ടിരുന്നാല് പിന്നെ ഇവിടെ ആര് വരാനാ? എന്റെ വർത്താനം കേട്ടാ തോന്നും വല്ല മുന്തിയ പീടിയാന്ന്. ഞാൻ ഇത് കേക്കട്ടെ. എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാ. 15-ാമത്തെ വയസ്സ് മുതല് ഞാനിത് കേട്ടു തുടങ്ങിയതാ. അല്ല മാഷേ, അപ്പൊ ശരിക്കും ഇങ്ങക്ക് ഇപ്പൊ എത്ര വയസ്സായി? കോഴിക്കോട് ആകാശവാണിക്ക് 75 വയസ്സ്. എന്നാലും മാഷേ, നിങ്ങളെ പ്രായം പറഞ്ഞില്ലല്ലോ. കോഴിക്കോട് ആകാശവാണിക്ക് 75 വയസ്സ്. എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. 1950 മെയ് 14 ഒരു വൈകുന്നേരമായിരുന്നു കോഴിക്കോടിന് ഈ നിലയം സ്വന്തമായത്. ഹോ, എന്നാലും നിങ്ങളൊരു ഓർമ്മയെ എനിക്കുണ്ടല്ലോ. ഒരു ദിവസം ഇവിടെ വന്ന് ചായ കുടിച്ച് പോണോനെ പോലും പിറ്റേ ദിവസത്തേക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതാണ്. നിനക്ക് ഇതിനെപ്പറ്റി വല്ലതും അറിയോ? അന്നൊക്കെ ആരുടെ കയ്യിലും വാച്ചില്ല. സമയം അറിയാൻ വീഡിയോ വെച്ചാ മതിയായിരുന്നു. എന്താണ് ബ്രോ, കുറെ നേരമായി നിങ്ങളുടെ ക്രിഞ്ചും കേട്ടോണ്ടിരിക്കുന്നത്. വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്? ഒന്ന് മിണ്ടാതിരിയടോ. എത്ര കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച ആളാന്നറിയോ? പ്രായത്തിനെ ബഹുമാനിക്കാൻ പഠിക്ക്. മാഷ് പറയുന്നേ ആകാശവാണി. അത് കഴിയുമ്പോൾ അറിയാം സമയം കൃത്യം 7 മണിയായിന്ന്. അതെങ്കിലും നിനക്കറിയാലോ. ഭാഗ്യം. അതൊക്കെ എനിക്കറിയാന്ന്. ഇപ്പോഴൊക്കെ ആരെങ്കിലും റേഡിയോ കേൾക്കുന്നുണ്ടോ? ഇവന്റെ മാതിരിയുള്ളവരൊക്കെ അതിന് മൊബൈലിലല്ലേ മുഴുവൻ സമയവും. ഞാനിപ്പോ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഞാനും ആകാശവാണി കേൾക്കണ്ട്. ദാ നോക്കിക്കോ. നീ ആകാശവാണി കേൾക്കാൻ നിനക്ക് വേണ്ട റേഡിയോ? ഇതിനിപ്പോ റേഡിയോ ഒന്നും വേണ്ടെന്റെ മാഷേ. ഈ ഫോണിലോട്ടൊന്ന് നോക്കിയേ. ഫോണിലോ? കാലം മാറിയൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലേ ഇതുവരെ. കുന്ദൻലാൽ സൈഗൾ ജിന്ദഗി എന്ന ചിത്രത്തിൽ പാടിയ ഗാനം ഇനി കേൾക്കാം. അല്ല, ഞാൻ ഓർക്കായിരുന്നു ആകാശവാണി നാടകത്തിന്റെ സുവർണകാലം. അല്ല, നിന്റെ ഈ മൊബൈലിലും കിട്ടുമോ ഈ നാടകങ്ങളൊക്കെ? പിന്നെ കിട്ടാതെന്താ? ഇപ്പൊ സമയത്രേ? അല്ല, വിചാരണ എന്ന് പറയുന്ന നാടകം ഇപ്പോഴല്ലേ? ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു വിചാരണ നാടകം. രചന സംവിധാനം വിനോദ് കീഴടത്ത്. യമരാജാവിന്റെ ഈ വിചാരണ കോടതിയിലേക്ക് ഞങ്ങൾ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ മാത്രം ഭാവനയിലുള്ള യമപുരിയാണ്. ഒരു മതവുമായോ വിശ്വാസവുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല.
2 ഇൻക്രിമെന്റ് എനിക്ക് കിട്ടിയില്ല. ദിയേന്റെ കാര്യത്തിലാണെന്ന് വെച്ചാൽ ഒരു തീരുമാനമായില്ല. ഇങ്ങനെ പോവാച്ചാലേ അധികം താമസിക്കാതെ ഞാൻ ഈ പണി നിർത്തിട്ടോ. അയ്യില്ലത് സാറേ, ഇതാ നോക്കി, അടുത്ത മാസം 1-ാം തീയതി മുതലേ എനിക്ക് ലീവ് വേണ്ട 1 മാസം. അല്ലെങ്കിൽ കാര്യം പറയുമ്പോൾ ചെങ്ങായിക്ക് ഒരു പൊട്ടക്കളിയാ. നോക്കി കാണു സാറേ, വേടാ നോക്കിന്ന്. ഞാനേ അടുത്ത മാസം ഉണ്ടാവില്ല കേട്ടോ. എന്താണ് കുറെ നേരമായാലും വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട്. ആ അത് ശരി. എന്തെങ്കിലും ഒരു പണി ഇവിടെ ഉണ്ടെന്ന് കണ്ടാല് അപ്പൊ ഒരു ലീവ് വേണം എനിക്ക്. ലീവ് എന്റെ അവകാശമൊന്നുമല്ല, ഞാൻ തരുന്ന ഒരു ഔദാര്യം മാത്രമാണ്. എങ്ങനെ എങ്ങനെ? അല്ല, നിങ്ങൾ എന്താ പറഞ്ഞത്? ആ ഒന്നുകൂടി പറയും. സംഗതി നിങ്ങളുടെ മേലുദ്യോഗസ്ഥ തന്നെയാണ്, പക്ഷേ എനിക്കൊരു ലീവ് ആവശ്യം വന്നാൽ എന്താ ചെയ്യാ? എന്നാൽ പിന്നെ ഇത് അടച്ചുപൂട്ടി പോവാ. അല്ല പിന്നെ നിങ്ങൾ പൂട്ടിക്കൂടി. എനിക്കുണ്ടല്ലോ ലീവും കാര്യങ്ങളൊക്കെ. നിങ്ങൾ എടുത്തോളേ. അല്ല നോക്കി, എന്താണ് ഒരു ആഫ്റ്റർ ലീവ് എടുക്കാൻ പറ്റുമെന്ന് നിന്നോടല്ലേ ചങ്ങായിയെ പറഞ്ഞ മലയാളത്തില്? ഇവിടെ പകരം ആളില്ലാതെ ലീവ് എടുക്കാൻ പറ്റൂലെന്ന്. ഈ കാലിനെ കൊണ്ട് തോറ്റിട്ടതാലും ഞാൻ ഇവിടെ പണിയെടുത്ത് ചാവത്തു പോയാൽ. ആ പോട്ടെ പോട്ടെ, വേഗം പണി തുടങ്ങുക. ആ തുടങ്ങുകയാണ്. നിങ്ങൾ കണ്ടില്ല ഞാൻ പണിയെടുക്കണത്? ഇന്നത്തെ ലിസ്റ്റ് നോക്ക്. ഇന്ന് എത്ര ആളുണ്ട്, ആരൊക്കെയാണതൊക്കെ? ആ അതിൽ ലിസ്റ്റിലിപ്പോ സുരേഷ്, നിർമ്മല, രമ്യ. ചെറുപ്പക്കാരാണെന്നൊന്ന് നോക്ക്. ചെറുപ്പക്കാരിലിപ്പോ സുരേഷ് ചെറുപ്പാണ്. പെണ്ണുങ്ങളൊന്നുമില്ലടോ കൂട്ടത്തില്? പെണ്ണുങ്ങൾ ഉണ്ടെന്ന് നോക്കി പറയാ. നിങ്ങൾ പെണ്ണുങ്ങളെ കാര്യം തന്നെ എങ്ങനെ പറയുന്നത്? ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പറയാ. അങ്ങനെ അതിലിപ്പോ ഉള്ളത് പറയണ രമ്യാണ് ഇപ്പൊ പെണ്ണുങ്ങളിൽ ഉള്ളത്. ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ വിളിക്കൂ. ഓ അപ്പൊ രമ്യനെയാണ് ഞാൻ വിളിക്കണ്ടേ? ആ അതെ അതെ. അവളുടെ ബയോഡേറ്റ ഒന്ന് വായിക്കൂ. രമ്യ, 21 വയസ്സ്, ഓ നർത്തകി. പൊന്നോ, കാമുക വെട്ടിക്കൊന്ന്. പേടിപ്പിക്കാതെ. ആ അവളെ വിളിക്കൂ. രമ്യ വാ. രമ്യക്ക് എന്താ പറയാനുള്ളത്? നല്ലൊരു നർത്തകിയാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എന്നെ മതി മതി, രാവിലെ തന്നെ നെഗറ്റീവ് വൈബ് അടിക്കണ്ട. ഈ മൂടൊന്ന് ചില്ലാവട്ടെ. രമ്യ ഒരു നൃത്തം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമ്മുടെ മുന്നിൽ നൃത്ത ചുവടുകളുമായി എത്തുന്നു. ഇതാ. നീ എങ്ങോട്ടാടാ ഈ ഓടുന്നത്? നീ എന്താ അനൗൺസറാ? അവിടെ പോയിരിക്കേ. അവിടെ തന്നെ. ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും ചിലങ്കേ നിന്റെ താളം. ഹായ്, ഭലേ ഭേഷ്, മനോഹരമായിരിക്കുന്നു രമ്യ. രമ്യ തൽക്കാലം പോയി വിശ്രമിച്ചോളൂ. രമ്യ വാ, ഞാൻ കാണിച്ചു തരാം വിശ്രമിക്കുന്ന സ്ഥലം. വേണ്ട വേണ്ട വേണ്ട, നീ കൂടെ പോവൊന്നും വേണ്ട. നീ ഇവിടെ വന്നിരിക്കേ. ചിത്രഗുപ്ത, അടുത്തയാളെ വിളിക്കൂ. വിളിക്കാൻ ഒന്ന് മയത്ത് പറഞ്ഞോളി. അടുത്തത് കണ്ണൂർ സ്വദേശി സുരേഷ്, 35 വയസ്സ്, എതിർ പാർട്ടിക്കാരൻ, വെട്ടിക്കുന്ന്. ഇവന്റെ കൈപ്പത്തി എവിടെ? അത് ബോംബുണ്ടാക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ചതാ. ഇതേതാ നിന്റെ കൂടെ വേറൊരുവൻ? ഇവനാണ് എന്നെ വെട്ടിയത്. അല്ല, അപ്പൊ വെട്ടി എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി? സുരേഷിനെ വെട്ടിട്ട് ഞാൻ ഓടുമ്പോ കിണറിൽ വീണ് മരിച്ചതാ. ചത്താലും വിടാതെ എന്റെ പിന്നാലെ പോരാ ഈ ചങ്ങാതി. ചിത്രഗുപ്ത, എന്തേ? ഇവരെ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് പറഞ്ഞു വെച്ചോളൂ. സ്വർഗത്തിലേക്കോ? അപ്പോ രാഷ്ട്രീയക്കാർക്ക് ചത്താലും സ്വർഗം തന്നെയല്ലേ? അതല്ല, നിങ്ങളൊക്കെ
കുറച്ച് നീതിയും നിയമങ്ങളും ശരിയും ശരികേടും പഠിക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ സ്ഥലം സ്വർഗ. അപ്പൊ നരകോ? അവിടെ സുഖല്ലേ, ഒരു നിയമമില്ല, എല്ലാം ഫ്രീ അല്ല അവിടെ. അല്ല, ഇതൊന്നും അല്ലല്ലോ പണ്ട് കേട്ടത്. നരകത്തിലാകുമ്പോ തീക്കട്ട, തിളച്ച എണ്ണ, നൂൽപാലത്തിലൂടെയുള്ള നടത്തം. ഈടെ ഇതിപ്പോ എന്തൊക്കെയാ പറയുന്നത്? അല്ല, നമ്മളെ പറ്റിക്കാണോ? ഇടോക്ക് കൂടുതൽ വർത്താനൊന്നും വേണ്ട, പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഞങ്ങളാണ് തീരുമാനം എടുക്കുന്നത്. ഞങ്ങളല്ല, ഞാൻ യമരാജൻ. അവിടെ പോയിരിക്കടാ ചിത്രഗുപ്ത. ഇനി പ്രണയിച്ച് കൊതി തീരാത്ത 2 യുവമിഥുനങ്ങളുണ്ട് പ്രഭോ ലിസ്റ്റിൽ. വിളിക്കട്ടെ? പിന്നെ വെച്ച് താമസിപ്പിക്കാതെ വിളിക്കൂ. അതിന്റെ ഇടയിൽ ഒരു കോള് വരുന്നുണ്ട്. ആരത്? സാറേ, സ്വർഗത്തു നിന്നാണല്ലോ. എടുത്തു നോക്കടോ. ഹലോ സാറേ, ഇവിടെ കൽപ്പവൃക്ഷത്തിനൊക്കെ കൂമ്പ് ചെയ്യലാ, ഒക്കെ ഉണങ്ങി തുടങ്ങിക്കുന്നു. എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരീന്ന്. മരുന്നോ? ഞാനും കാലിനും കൂടി ഇവിടെ ഫാർമസി നടത്തുകയാണല്ലോ. എടാ, ഇവിടെ നല്ല തിരക്കാണ് ചങ്ങായി, ഈ പിന്നെ വിളിക്കേ. ഹലോ വെക്കല്ലിട്ടാ. ഹലോ, നമ്മളതില്ലെന്ന് ഇതാത് എന്ത് ഇതാടോ? നമ്മളെ ഒരു ഇതില്ലെന്ന്, താറാവിന്റെ മാതിരി ഒരു ജീവിയില്ല, ഒരു പക്ഷി. ഏത് അരയന്നോ? ആ അതന്നെ. അതിനെന്തോ സുഖമില്ല, പക്ഷിപ്പനിയാണെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ഒരു മരുന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞൊക്കെ ചെയ്യോ? കാണു സാറേ. എന്താടോ ചെങ്ങായി ഫോണില്. എടോ പിന്നെ കൊണ്ടത്. ഹലോ ഹലോ, നിങ്ങൾ കളിക്കല്ലേന്ന് വെച്ചിട്ട് പോടാടുത്. എടോ, നീ ആ ഫോണിന്റെ പിന്നാലെ പോവാതെ ആ കപ്പിൾസിനെ വിളിക്കേ. കാലിന് കപ്പിൾസിനെ കാണാൻ കൊതിയായില്ല കാല. വാടാ മക്കളെ, വാ. മനു സുനൈന. ആരൊക്കെ? മനു സുനൈന. ഓ, ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചവർ, ജാതിക്കും മതത്തിനുമപ്പുറം വിശാലമായ ഒരു ലോകം സ്വപ്നം കണ്ടവർ, ആരോടും പരിഭവമില്ലാതെ പരസ്പരം സ്നേഹിച്ച് കൊതി തീരാത്ത അവരെ മതവെറിയന്മാർ സദാചാര പോലീസ് ചമഞ്ഞ് അടിച്ചുകൊന്നു. സംഘം ചേർന്ന് കൊലപ്പെടുത്തി ഇരുട്ടിന്റെ മറവിൽ തടിതപ്പി. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്ത കപ്പിൾസ് നമ്മുടെ മുന്നിൽ എത്തുന്നു. മനു ആൻഡ് സുനൈന. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖി എന്തേ മൗനം. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖി എന്തേ മൗനം. അഴകിൻ കതിരായണയുമ്പോ തിരകളിലേതോ പുതിയ വിഹാരം അലിയുകയാണെൻ വിഷാദം. അഴകിൻ കതിരായണയുമ്പോ തിരകളിലേതോ പുതിയ വികാരം അലിയുകയാണെൻ വിഷാദം. മക്കളെ, ഇത് യമരാജപുരി. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ്, എല്ലാം മറന്ന് പ്രണയിച്ചവർ. ഇവിടെ നിങ്ങളെ ആരും ഭീഷണിപ്പെടുത്തില്ല, ആക്രമിക്കില്ല. കാരണം ഇത് എൻ്റെ കൊട്ടാരമാണ്. യമധർമ്മരാജാവേ, എന്താടോ? ആളുകളെ വറക്കുന്നതിനുള്ള എണ്ണയും നൂൽപ്പാലത്തിലൂടെ നടത്താനുള്ള ഉണ്ടനൂലും തീർന്നിക്കുന്നു. അതൊക്കെ എടുത്തിട്ട് വിഴുങ്ങിയോ? ഓർഡർ എടുക്കണ്ടേ? എടാ പൊട്ട, ആളുകൾ ഇരിക്കുന്നത് കാണുന്നില്ലേ? തൊള്ള തുറക്കല്ലേ, ഒന്ന് മെല്ലെ പറ. അതെ, ഓർഡർ കൊടുക്കണ്ടേ? ഓ, കൊടുത്തോളൂ. സാധനം വന്നില്ലെങ്കിലേ പിന്നെ എന്നെ കുറ്റം പറയരുത്. ലോക്കൽ പർച്ചേസിൽ വാങ്ങല്ലേ? എന്തെങ്കിലും ചെയ്യേ. ഓ, ഇതുപോലൊരു അസിസ്റ്റന്റിനെ ആർക്കും കൊടുക്കല്ലേ. ഇതുപോലൊരു കാലനി ആർക്കും കൊടുക്കല്ലേ. എന്താടോ ഒരു പിറുപിറുക്കല്? പ്രാർത്ഥിച്ചു പോയതാണേ. അല്ലൊരു ചങ്ങായി, ഇന്ന് വന്ന ലിസ്റ്റിൽ ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? ഉണ്ടല്ലോ, ഒരു ടീച്ചർ ഉണ്ടല്ലോ, നിർമ്മല ടീച്ചർ. ഓ, എന്നാ പിന്നെ നേരം കളയാതെ ഒന്ന് വിളിച്ചൂടോ.
നിർമ്മല ടീച്ചറേ, നിർമ്മല ടീച്ചർ ഹാജരുണ്ടോ? പള്ളിമണികളെ പള്ളിമണികളെ സ്വലോക ഗീതത്തിൻ ഉറവുകളെ. ഞാനാണ് നിർമ്മല ടീച്ചർ. പ്രസന്റ് സർ. ഇരിക്കടാടാ, ഇന്നെ പഠിപ്പിച്ചോ നിർമ്മല ടീച്ചർ? അല്ല, എന്തായാലും എനിക്ക് ടീച്ചർമാരെ കാണുമ്പോൾ ഒരു ബഹുമാന. ഓ, നന്നായി. മലയാളം ടീച്ചറാണ്. കുട്ടികളെ കവിതകളും കഥകളും പഠിപ്പിക്കുന്നു. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകേ, അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. അല്ല ചിത്രഗുപ്ത, എന്തേ ഇതേമാതിരി ഒരു പുതിയ കവിത ഉണ്ടല്ലോ. ഞാൻ ചെല്ലട്ടെ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ ഇലൂമിനാറ്റി. ചിത്രഗുപ്ത, കവിത ചൊല്ലി കളിക്കാത്ത കാര്യം പറയണോ? അത് ടീച്ചറെ ക്ലാസ്സിലെ കുട്ടി ടീച്ചറുടെ വണ്ടീന്റെ ബ്രേക്ക് ഊരിയിട്ട് വണ്ടി ഇടിച്ച് ടീച്ചർ പടായി. ശരി, ഞാൻ സ്വർഗത്തിൽ പോട്ടെ, എനിക്ക് ക്ലാസ് എടുക്കാൻ സമയമായി. ടീച്ചറെ, നിങ്ങൾ തൽക്കാലം അവിടെ പോയിരിക്കും, ക്ലാസ് എടുക്കാൻ പോകാൻ പോലെ. ആവു, ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് മൊബൈലൊന്ന് നോക്കട്ടെ. ഈ കാലം ഞാനിട്ട ഒരൊറ്റ സ്റ്റാറ്റസ് നോക്കിയില്ല. നീ ഇയാളുടെ ലൈക്ക് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി. മോനെ, പണി പാളിന്നാ തോന്നുന്നത്. പണി പാടിയതല്ല, 8ന്റെ അല്ല 16ന്റെ പണി വരുന്നുണ്ട്. ഞാൻ ഭൂമിയുടെയും ആകാശത്തിന്റെയും നാഥൻ, ഇഹത്തിന്റെയും പരത്തിന്റെയും നിയന്ത്രതാവ്. സൗകര്യത്തിനു വേണ്ടി നിങ്ങൾക്കെന്നെ ബിഗ് ബോസ് എന്ന് വിളിക്കാം. നിങ്ങൾക്ക് എന്നെ കേൾക്കാനേ കഴിയൂ. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എന്റെ രൂപം സങ്കല്പിക്കാം. നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, അനുസരിക്കാനേ കഴിയൂ. ഇവിടെ യമപുരിയിൽ നിങ്ങൾ കണ്ട യമരാജാവും ചിത്രഗുപ്തനും എന്റെ കീഴുദ്യോഗസ്ഥരാണ്. ഞാൻ അതുക്കും മേലെ ഇന്ന് എന്റെ സന്നിധിയിൽ വന്ന നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കാം. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഞാൻ സമയാസമയം നൽകും. ആ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തകർ ഒരറ്റത്തേക്ക് മാറി നിൽക്കൂ. നിങ്ങൾ ഒരാൾ മറ്റൊരാളുടെ ഘാതകനാണ്, മനസ്സുകൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്തവർ. നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ പോവാൻ ഞാൻ കൽപ്പിക്കുന്നു. ജനങ്ങളെ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചു, പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി, ഖജനാവ് കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ശിക്ഷ ഒരു പാഠമായിരിക്കട്ടെ. നിങ്ങൾക്ക് പോകാം നരകത്തിലേക്ക്. നിർമ്മല ടീച്ചർ, നിങ്ങൾ ആത്മാർത്ഥതയില്ലാതെ കുട്ടികളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിച്ചിട്ടില്ല. സ്വയം ഒരു തിരുത്തലിന് പോലും നിങ്ങൾ ഈ കാലം ശ്രമിച്ചിട്ടേയില്ല. കുട്ടികളെ ദ്രോഹിക്കുക എന്നത് നിങ്ങൾക്ക് ഹരമായിരുന്നു. ആയതിനാൽ ടീച്ചർ നരകത്തിലേക്ക് പൊയ്ക്കൊള്ളണം. ദമ്പതിമാരായ മനുവും സുനയനയും, നിങ്ങൾ സ്വപ്നലോകത്ത് ജീവിച്ചവരാണ്. പ്രണയം ഒരിക്കലും തെറ്റല്ല. പക്ഷേ നിങ്ങൾ പ്രണയിക്കുമ്പോൾ നിങ്ങളുടെ ബാധ്യതകളെ അറിഞ്ഞിട്ടില്ല, കടമകളെ അവഗണിച്ചു, സമൂഹത്തിനോട് പ്രതിബദ്ധത ഇല്ലാത്തവരായി. സ്വന്തം അച്ഛനെയും അമ്മയെയും പറഞ്ഞു പറ്റിച്ചു, കൂടപ്പിറപ്പുകളെ ദ്രോഹിച്ചു. നിങ്ങൾ ഇനി മനസ്സുകൊണ്ട് അകലും, അന്യരെ പോലെ ജീവിക്കാനിടയാകും. ഇവിടെ ദാ ആ നരകലോകത്തേക്ക് പോ. ഇനി ആരാ ഉള്ളത്? ചിത്രഗുപ്തൻ, കാലൻ, നിങ്ങൾ മധ്യഭാഗത്തായി മാറി നിൽക്കുക. ജോലിയിൽ കൃത്യവിലോപം കാണിച്ചതിനും പക്ഷപാതപരമായി പെരുമാറിയതിനും
നുണ പറഞ്ഞതിനും എല്ലാറ്റിനും ഉപരി അഹങ്കരിച്ചതിനും നിങ്ങളെ രണ്ടുപേരെയും ജോലിയിൽ നിന്നും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിടുതൽ ചെയ്തിരിക്കുന്നു. പകരം ഉദ്യോഗസ്ഥർ ആവശ്യാനുസരണം ജോലിക്ക് എത്തിച്ചേരേണ്ടതാണ്. പ്രഭു, ഞങ്ങൾ രമ്യ, എന്താണ് സർ? സാറല്ല, ബോസ്, ബിഗ് ബോസ്. നിങ്ങളുടെ ചെറുപ്രായത്തിൽ ഭൂമിയിൽ നിന്നും പറിച്ചെറിയപ്പെട്ടു. നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കാതെ കിടക്കുകയാണ്. പറയൂ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? സ്വർഗത്തേക്ക് പോവാൻ തയ്യാറാണോ? അത് ബിഗ് ബോസ്, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, പറയാൻ പറ്റുമോ? തീർച്ചയായും, പറയൂ. എന്നാൽ എന്നെ ദയവ് ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചയക്കുമോ? ഈ സ്വർഗത്തേക്കാൾ എത്രയോ മടങ്ങ് എനിക്കിഷ്ടമാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ എന്റെ കൊച്ചു കേരളത്തെ. അങ്ങിങ്ങ് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭൂമിയിലെ സ്വർഗമാണ് എന്റെ സ്വന്തം നാട്. പുഴകളും മലകളും ചേർന്ന എന്റെ നാട്. എനിക്ക് അവിടെ പോയാൽ മതി. പ്ലീസ് എന്നെ പറഞ്ഞയക്കുമോ ഒരിക്കൽ കൂടി? രമ്യ, നിന്റെ ആഗ്രഹം പോലെ സംഭവിക്കട്ടെ. ഇനിയും ഒരു 75 വർഷം നീ കേരളത്തിൽ സുഖമായി ജീവിക്കും. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ആകാശവാണി കോഴിക്കോട് നിലയം 150-ാം വാർഷികം ആഘോഷിക്കുന്ന കാലം വരെ നിനക്കവിടെ അല്ലലില്ലാതെ ജീവിക്കാൻ കഴിയും. എന്താ, സന്തോഷമായോ? ഒരുപാട് സന്തോഷം ബിഗ് ബോസ്. താങ്ക് യു സോ മച്ച് ബിഗ് ബോസ്. വിചാരണ നാടകം ഇവിടെ പൂർണ്ണമാവുന്നു. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: അച്യുതൻ മാഷ്, സി കൃഷ്ണകുമാർ, ചായക്കടക്കാരൻ സദാനന്ദൻ, ഫഹദ് രാജ, യമധർമ്മൻ, ഷാജി സി കെ, ചിത്രഗുപ്തൻ, വിനോദ് കീഴടത്ത്, നിർമ്മല ടീച്ചർ, നിഷ പി, നർത്തകി അഞ്ജലി AR, രാഷ്ട്രീയക്കാരൻ ബിജു VP, പ്രണയതാവ് ശശീന്ദ്രൻ, പ്രണയിനി ബീന നാരായണൻ, ന്യൂജൻ പയ്യൻ, സുബിൻ. രചന സംവിധാനം വിനോദ് കീഴടത്ത്. ക്രിയാത്മക സഹകരണം നിഷ പി,